ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കർത്താവായ ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോകുന്നു. കർത്താവ് നമ്മുടെ ദുരിതങ്ങൾ എല്ലാം എടുത്തുമാറ്റി നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം വന്ന പാകപ്പിഴകളെല്ലാം മാറ്റി ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ കരങ്ങൾ ഇന്ന് നമ്മോടൊപ്പം പ്രവർത്തിക്കും, നമുക്ക് വിജയം നൽകും, നമ്മെ അനുഗ്രഹിക്കും. നാം ഭാരപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളിലും കർത്താവ് ഇന്ന് ഇടപെട്ടിരിക്കും. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 36:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു, വിശ്വസ്തത മേഘങ്ങൾ വരെയും. അങ്ങയുടെ നീതി ഗിരിശൃംഖങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയുമാണ്. കർത്താവേ, മനുഷ്യനെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം. മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തി അടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവൻ്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ. അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എൻ്റെ മേൽ പതിക്കാതിരിക്കട്ടെ. ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണുകിടക്കുന്നു. എഴുന്നേൽക്കാനാവാത്ത വിധം അവർ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ വിളിച്ചുണർത്തി ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ച് ഞങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനാൽ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനും സംരക്ഷിച്ചതിനെയും ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്രത്തോളം ഉന്നതമാണ്. അങ്ങയുടെ വിശ്വസ്തത അനന്തമാണ്. ദൈവമേ, അങ്ങയുടെ നീതി ഏറ്റവും മഹത്തരമാണ്. ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീതിമാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന കടബാധ്യതകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഒരു ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വരുമാനമില്ലാത്തതിനാൽ കേൾക്കേണ്ടി വരുന്ന എല്ലാ ആക്ഷേപങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെപ്പോഴും ഒറ്റപ്പെടുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ, കുടുംബത്തിൻ്റെ മുൻപിൽ, കുടുംബാംഗങ്ങളുടെ മുൻപിൽ ദൈവമേ, ഞങ്ങൾക്കെപ്പോഴും ഒറ്റപ്പെടലുണ്ടാകുന്നു. ദൈവമേ, അവിടുത്തെ കരുണയുടെ കരം ഇന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ ബഹുത്വപ്രകാരം ഇന്ന് അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിയണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്നുവരെ
നടക്കാത്ത കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനുണ്ട വലിയ വീഴ്ചകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ തടസ്സങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്ത് ചെയ്താലും ഒരു നേട്ടമില്ലാത്ത ജീവിതത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, ധാരാളം പ്രാർത്ഥിച്ചിട്ടും ധാരാളം നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടും ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കാത്ത ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഇടപെട്ടാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാകടാക്ഷങ്ങളുണ്ടാകൂ. ഞങ്ങളുടെ ജീവിതം മഹത്വപ്പെടാൻ, അനുഗ്രഹിക്കപ്പെടാൻ അവിടുന്ന് ഇടപെട്ടാൽ മാത്രമേ സാധിക്കൂ. ദൈവമേ, എല്ലാ മേഖലകളിലും ഞങ്ങളിപ്പോൾ പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങളെ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പരിപൂർണ വിടുതൽ നൽകി, മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന്, ഇന്നു മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങൾ പാത്രരാകാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നീതി ഗിരിശൃംഖങ്ങൾ പോലെയാണ്. അങ്ങയുടെ വിധികൾ അത്യഗാധങ്ങൾ പോലെയാണ്. അത് മനുഷ്യന് മനസ്സിലാകുന്നതിനും അപ്പുറമാണ്. കർത്താവേ, മനുഷ്യ മനസ്സിനെ പരിശോധിച്ചറിയുന്ന ദൈവമേ, എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ഞങ്ങളിൽ പ്രശ്നങ്ങളുള്ളത്, ഞങ്ങൾക്ക് തിരുത്താൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ കഷ്ടതയിൽ കഴിയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ കാരണം അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ. ആ കാരണത്തിൽ അവിടുന്ന് ഇടപെടണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ആത്മാവിൽ ഉള്ള കുറവുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കർത്താവെ, ആത്മാവിൽ ദരിദ്രരാകുവാൻ എങ്ങനെ സാധിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ആത്മാവിലുള്ള ദാരിദ്ര്യം അത് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇന്ന് ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. കർത്താവെ, ഞങ്ങളുടെ ആത്മാവിലുള്ള കുറവുകളെ, ആത്മാവിലുള്ള സമ്പന്നതയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും അതിനെ മറികടക്കുവാനും അതിജീവിക്കുവാനുമുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ സത്യാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെടാൻ തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങൾ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപബോധത്തിലേക്കും അനുതാപത്തിലേക്കും വരുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റി. ദൈവമേ, ഞങ്ങളിൽ കുറവുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നിറവുകളുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ബലഹീനരായ ഞങ്ങളുടെ ബലഹീനതയെ അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ നിറവുകളാൽ ഇന്നത്തെ ദിവസം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങൾ അഭയം തേടുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എത്രയോ അമൂല്യമാണ്. രക്ഷിക്കാനായി അവിടുന്ന് വേഗം വരണമേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്നത്തെ ദിവസം അങ്ങയുടെ രക്ഷ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളിൽ അവിടുന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. കർത്താവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ടേ മതിയാകൂ. കർത്താവെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ, അനാദി മുതലേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവൻ്റെ പ്രകാശത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണം. ജീവൻ്റെ ഉറവയായ ദൈവമേ,
അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളെയും എടുത്തുമാറ്റി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ മേഖലയിലും അവിടുത്തെ പ്രകാശം ഉദിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കിന്ന് ആവശ്യമാണ്. ദുഷ്ടരുടെ കൈകൾ ഇന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ അവിടുത്തെ ശക്തമായ കരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ പ്രവർത്തനം മനസ്സിലാക്കുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകണമേ. കർത്താവേ, നീ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമായതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ലോകത്തിൻ്റെ പ്രകാശമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രകാശമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഞങ്ങളെ ദൈവത്തിൻ്റെ പ്രകാശമാക്കി മാറ്റണമേ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ അന്ധകാരങ്ങളെയും എടുത്തു മാറ്റുവാൻ അങ്ങ് ഞങ്ങളിൽ പ്രകാശം ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ പ്രകാശം വന്നിട്ട് ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അനവധിയാണ്. എല്ലാ മേഖലകളിലും തകർച്ച അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ അനുതാപം നൽകി, ദൈവകൃപ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തക്കവണ്ണം അങ്ങ് അത്യുന്നതനാണ്. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും മറന്ന് ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ, സൗഖ്യം നൽകണമേ, അനുഗ്രഹം നൽകണമേ, അഭിവൃദ്ധി നൽകണമേ, സമാധാനം നൽകണമേ, സംതൃപ്തിയും സന്തോഷവും നൽകണമേ. എൻ്റെ ദൈവമേ, അങ്ങയിലാണ് സർവമഹത്വവും ഉള്ളത്. അങ്ങയിലാണ് നീതി, ന്യായം, ജീവൻ, അനുഗ്രഹങ്ങൾ. അങ്ങയിലാണ് ഞങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത്. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് അത്ഭുതകരമായി അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ തകർച്ചകളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവമേ, അങ്ങയുടെ മാർഗനിർദ്ദേശം ഞങ്ങൾ തേടുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ആത്മീയവും ഭൗതികവുമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ദുഷ്ടൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പോക്കും വരവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലായിടവും അവിടുത്തെ ശക്തമായ കരം ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജോലിയും ഉത്തരവാദിത്വങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ. ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളിലും അവിടുന്ന് ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾ കരകയറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇയ്യോബിന് ധാരാളം പ്രശ്നങ്ങൾ അടിക്കടി വന്നാലും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനും അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഓരോ പ്രശ്നങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ നൽകി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവനെ
മോചിപ്പിച്ച് ദൈവമേ അവിടുത്തെ കരം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച് വലിയ അനുഗ്രഹങ്ങൾക്ക് ഇയ്യോബിനെ പാത്രനാക്കിയതുപോലെ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നടക്കാത്ത കാര്യങ്ങളിൽ പോലും അവിടെ നിന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകണമേ, മഹത്വം നൽകണമേ. ഞങ്ങളെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെടണമേ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം ദൂരീകരിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ കൃപ തരണമേ. കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനും കൂടുതൽ വളരുന്നതിനും കൂടുതൽ നന്മ ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കൂടുതൽ എളിമയുള്ളവരായി മാറാൻ, എളിമയും വിശുദ്ധിയുമുള്ളവരായി മാറാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അന്തരം വന്ന് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ. ദൈവകൃപയാൽ ദൈവമഹത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി ദൈവിക സ്വഭാവമുള്ളവരായി വരുവാൻ, വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നത്തെ ദിവസം ദൈവമേ, ഞങ്ങളോട് ഇതുവരെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചാനലുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവർക്കും ദൈവമേ ധാരാളം കൃപകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ഐശ്വര്യം നൽകി അവരുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പൈശാചിക ദുഷ്ടശക്തികളുടെ മറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അലസതയും മടിയും എടുത്തു മാറ്റി കൂടുതൽ അധ്വാനിക്കുവാനുള്ള കൃപ തരണമേ. കർത്താവേ, കൂടുതൽ അധ്വാനിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വരുന്നതിനായി അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും മടിയും അലസതയും നിർമാർജനം ചെയ്ത് ദൈവമേ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എല്ലാം ഞാൻ നവീകരിക്കുന്നു എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. അവരുടെ രോഗശയ്യയിൽ നിന്ന് അവരെ തിരികെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമേ. എൻ്റെ കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകണമേ. ഒപ്പം ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് മനസ്സിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ വേദനകളെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ. മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാ രോഗികളിലേക്കും ഇന്ന് അവിടുത്തെ കാരുണ്യം ചൊരിയണമേ. ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഇന്ന് എല്ലാ രോഗികളെയും പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ. അവരുടെ യാതനകളിൽ അവിടുന്ന് ഇടപെടണമേ. അവരുടെ വേദനകളിൽ അവർക്ക് ആശ്വാസം നൽകണമേ. കർത്താവേ, ഒരു പുതിയ ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്നവർക്ക് മനസ്സിലാക്കുവാൻ ദൈവമേ, അവരായിരിക്കുന്ന മേഖലയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ. ഏത് പ്രശ്നങ്ങളിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നു. അവിടെയാണ് ദൈവം കൃപ ചൊരിയുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ധാരാളമായി വരുന്നത്. എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയ്യോബിനെ പോലെ എൻ്റെ കർത്താവ് തന്നു, എൻ്റെ കർത്താവ് അതെല്ലാം എടുത്തു മാറ്റി, ഞാൻ കർത്താവിന് നന്ദി പറയും എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച ഇയ്യോബിനെ പോലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലും കഷ്ടതകളിലും
ഇതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവമേ, അങ്ങയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുവാൻ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് ഞങ്ങൾക്ക് മാനവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ അവിടെ നിന്ന് ഞങ്ങളുടെ കണ്ണുകളിൽ പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളെ, അവരുടെ കുടുംബത്തെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ രോഗങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പ്രതിസന്ധികളെ, അവരുടെ മക്കളെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് തന്നെ അവിടുന്ന് ഇടപെട്ട് പരിപൂർണ്ണ മോചനം നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധിച്ചു തന്ന് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെടുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ദൈവം ഇടപെടുന്നതിന്, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെട്ട് ഞങ്ങൾക്ക് പരിപൂർണ വിടുതൽ നൽകി, രക്ഷ നൽകി, സൗഖ്യവും മോചനവും നൽകി, സമാധാനം നൽകി ഞങ്ങളിന്നെല്ലാവരും അനുഗ്രഹീതരാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും ഭാരങ്ങളിലും ഇടപെട്ട് പരിപൂർണ മോചനം നൽകി എല്ലാ മേഖലകളിലും ഇന്ന് നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.